ഗൃഹപ്രവേശന സമയത്തോ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾ വരുമ്പോഴോ വീട്ടിൽ മറ്റ് വിശേഷങ്ങൾ വരുന്ന സമയത്തോ ആണ് ഫർണിച്ചറുകൾ സാധാരണയായി നമ്മൾ വാങ്ങാറ്. ഇത് നമ്മൾ വീട്ടിൽ ആശാരിമാരെ വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങുന്നതിൻ്റെ 3 ഇരട്ടിയോളം ചിലവ് വരും. അതുകൊണ്ടു തന്നെയും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനായി ഷോറൂമുകളെ ആശ്രയിക്കുകയാണ് പതിവ്. എന്നാൽ ഒട്ടുമിക്ക ഷോറൂമുകളിലും ലഭിക്കുന്ന ഫർണിച്ചറുകൾ പാഴ്മരങ്ങളിൽ പോളിഷ് ചെയ്ത് നിറം മാറ്റിയവയോ കട്ടി കുറഞ്ഞ മരത്തിനു മുകളിൽ ഇരുമ്പാണി അടിച്ച് നിർമ്മിച്ചവയാണ്. വർക്കിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാനോ മരത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും നമ്മൾ ഷോറൂമുകാർ പറയുന്നത് വിശ്വസിച്ച് വാങ്ങുകയാണ് പതിവ്. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചറിന്റെ ആവശ്യം വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒട്ടനവധി ഷോറൂമുകൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ചിലയിടങ്ങളിൽ അല്പം വിലക്കുറവുണ്ടെങ്കിലും അവിടെ ലഭിക്കുന്ന ഫർണിച്ചറുകൾക്ക് ഫിനിഷിംഗ് കുറവാണ്. മറ്റ് ചിലയിടങ്ങളിൽ പാഴ്മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച് പോളിഷ് ചെയ്ത് നിറം മാറ്റിയവയും. ഇനി തേക്കോ പ്ലാവോ അക്കേഷിയോ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ നേർത്ത പലകകളായിരിക്കും ഉപയോഗിക്കുക. ചില ഷോറൂമുകളിൽ വമ്പൻ ഓഫർ ബോർഡുകൾ കണ്ടെങ്കിലും അവിടെയെല്ലാം തന്നെ പഴയ വിലയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതേ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പല ഷോറൂമുകൾ ഞാൻ സന്ദർശിച്ചെങ്കിലും നല്ല ക്വാളിറ്റിയുള്ളതും അല്പം വിലക്കുറവുള്ളതുമായ ഒരു ഷോറൂം ഞാൻ കാണാനിടയായി. അതിനെ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താം എന്നു കരുതിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഷോറൂമിന്റെ പരസ്യത്തിന് വേണ്ടി പണം വാങ്ങി ചെയ്യുന്ന വീഡിയോ ആണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ഈ കൊച്ചു ചാനലിന് അത്തരത്തിലുള്ള പരസ്യങ്ങൾ ലഭിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതട്ടെ. കോഴിക്കോട് ജില്ലയിലെ മറ്റു ഫർണിച്ചർ ഷോറൂമുകളെല്ലാം സന്ദർശിച്ച് ഇവിടെ വിലക്കുറവും ഫർണിച്ചറിന് ക്വാളിറ്റിയും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്ന് വാങ്ങുക. ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങിയപ്പോൾ അതിന് നല്ല ഫിനിഷിങ്ങും വിലക്കുറവും കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഷോറൂമിലെ കൂടുതൽ വീഡിയോവോ അതിൻ്റെ ബോർഡോ എൻ്റെ കൈവശമില്ല. വീട്ടിൽ വന്നതിന് ശേഷം മറ്റു ഷോറൂമുകളിൽ നിന്ന് ലഭിച്ച കൊട്ടേഷൻ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉള്ള്യേരിക്കടുത്തും കൊയിലാണ്ടി താമരശ്ശേരി റോഡിൽ ഉള്ള്യേരിയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ താമരശ്ശേരി റോഡിലേക്ക് സഞ്ചരിച്ചാൽ ഈ ഷോറൂം കാണാവുന്നതാണ്. ഈ ഫർണിച്ചർ ഷോറൂമിന്റെ പേര് KH ഫർണിച്ചർ ഉള്ള്യേരി. ഇത് ഫർണിച്ചർ വാങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ച ബില്ലിന് മുകളിലുള്ള പേരാണ്. ബിൽഡിങ്ങിന് മുകളിലും ഇതുതന്നെയാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഫോൺ നമ്പർ ആവശ്യമുള്ളവർക്ക് ബില്ലിന് മുകളിലുള്ള ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉള്ള്യേരിയിലുള്ള KH ഫർണിച്ചറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത
നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചറിനെ കുറിച്ച് വിശദമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. ഉപയോഗിച്ചിരിക്കുന്ന മരം കട്ടിയുള്ളതാണോ കട്ടി കുറഞ്ഞതാണോ, വീതി കുറഞ്ഞ മരത്തടികൾ ജോയിന്റ് ചെയ്ത് നിർമ്മിച്ചതാണെങ്കിൽ അതും നമുക്ക് വിശദീകരിച്ചു തരുന്നതാണ്. കൂടുതൽ മരത്തടികൾ ജോയിന്റ് ചെയ്ത് നിർമ്മിച്ച ഫർണിച്ചറുകൾ കാലാവസ്ഥക്കനുസരിച്ച് ജോയിന്റിൽ വിള്ളൽ വരാനും വളഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫർണിച്ചർ നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള ആശാരിപ്പണിയാണോ അതോ തട്ടിക്കൂട്ടുപണിയാണോ എല്ലാം തന്നെ അവർ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഫർണിച്ചറിന്റെ എല്ലാം ഫ്രണ്ട് സൈഡ് മാത്രമേ പോളിഷ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടു തന്നെയും ഫർണിച്ചറിന്റെ പിൻവശത്തു നോക്കിയാൽ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപയോഗിച്ചിരിക്കുന്ന മരം പാഴ്മരങ്ങളാണോ, മരത്തിൽ കൂടുതൽ വെള്ളയുണ്ടോ എല്ലാം തന്നെ അതിന്റെ പിൻവശം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ മറ്റു പല ഷോറൂമുകളും സന്ദർശിച്ച സമയത്ത് ഞങ്ങളുടേത് ഒരു ഇരുനില വീടാണ്, വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഫർണിച്ചർ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഫർണിച്ചർ മുകളിലേക്ക് കയറ്റുന്നതിന് പ്രത്യേക ചാർജ് വേണം എന്നാണ് മറ്റു പല ഷോറൂമുകാരും പറഞ്ഞത്. എന്നാൽ KH ഫർണിച്ചർ ഒരു എക്സ്ട്രാ ചാർജും വാങ്ങാതെയാണ് 3 പേര് വന്ന് മുകളിലേക്ക് കയറ്റി തന്നത്. അതും സ്റ്റെയർകേസിനോ ടൈലുകൾക്കോ യാതൊരു പോറല് പോലും വരാതെ വളരെ ശ്രദ്ധയോടെയാണ് അവരത് ചെയ്തത്. ഞങ്ങൾ വാങ്ങിയ ഫർണിച്ചർ എല്ലാം തന്നെ ഫോറസ്റ്റ് അക്കേഷ്യയിൽ നിർമ്മിച്ചവയാണ്. ആവശ്യത്തിന് കട്ടിയുള്ള മരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫർണിച്ചറിന് മുകളിൽ ജോയിന്റുകളും വളരെ കുറവാണ്. അലമാരയുടെയും കട്ടിലിന്റെയും അടിവശമെല്ലാം നോക്കിയപ്പോൾ വെള്ളയും വളരെ കുറവാണ്. ഞങ്ങളുടെ കൂടെ വന്ന മറ്റൊരു കസ്റ്റമർ ഒരേപോലുള്ള 2 അലമാരകൾക്ക് വില ചോദിച്ചപ്പോൾ 2 വിലയാണ് പറഞ്ഞത്. ഇതിന് കാരണം ചോദിച്ചപ്പോൾ ഇത് 2 ആശാരിമാർ നിർമ്മിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ വിശദീകരിച്ച് പറഞ്ഞത് ഒന്ന് ട്രഡീഷണൽ രീതിയിൽ നിർമ്മിച്ചതും മറ്റൊന്ന് തട്ടിക്കൂട്ട് രീതിയിൽ നിർമ്മിച്ചവയുമാണ്. അതായത് ഒന്ന് ഫ്രെയിമിനകത്ത് ഗ്രൂ നിർമ്മിച്ച് അതിനകത്ത് പലയിട്ട് നിർമ്മിച്ചതും മറ്റേത് ആണി അടിച്ച് നിർമ്മിച്ചതുമാണ്. എപ്പോഴും ഫർണിച്ചറുകളും മറ്റും വാങ്ങാൻ പോകുന്ന സമയത്ത് അത് ആണി അടിച്ച് നിർമ്മിച്ചതാണോ, മരത്തിന്റെ ഫ്രെയിം നിർമ്മിച്ച് അതിൽ ഗ്രൂവിനകത്ത് പലയിട്ടതാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രെയിം ഉണ്ടാക്കി നിർമ്മിച്ച അലമാരകളും കട്ടിലുകളും ഇരുമ്പാണി അടിച്ച് നിർമ്മിച്ചതുപോലെ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി നിങ്ങൾ ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചർ ഏതു മരത്തിൽ നിർമ്മിച്ചതാണ്, മരങ്ങൾക്ക് എത്ര കട്ടിയുണ്ട്, ഫർണിച്ചർ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ചതാണോ അതോ തട്ടിക്കൂട്ട് പണിയാണോ, വർക്കിന് ഫിനിഷിംഗ് ഉണ്ടോ, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചർ ചെറിയ പലകകൾ ജോയിന്റ് ചെയ്ത് നിർമ്മിച്ചതാണോ, ഇനി സോഫയാണെങ്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന സ്പ്രിംഗ് ഏതാണ്, അതിനുപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക്കും സ്പോഞ്ചും എത്ര ഡെൻസിറ്റി ഉള്ളതാണ്, പോളിഷ് ശരിയായ രീതിയിലാണോ ചെയ്തത് എന്നീ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഒട്ടുമിക്ക ഫർണിച്ചർ ഷോപ്പുകളിലും
ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് അക്കേഷ്യയുടെ ഫർണിച്ചറുകളാണ്. ഇതിൽ ഫോറസ്റ്റ് അക്കേഷ്യയുടെ ഫർണിച്ചറുകൾ വാങ്ങുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ നാടൻ അക്കേഷ്യയുടെ ഫർണിച്ചറുകളാണ് വാങ്ങുന്നതെങ്കിൽ ഇതിന് കൂടുതൽ ജോയിന്റുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കാലാവസ്ഥക്കനുസരിച്ച് ഈ ജോയിന്റുകളിൽ വിള്ളലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അക്കേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് മരങ്ങൾ വരുന്നത് ഹൈബ്രിഡ്, മാഞ്ചിയം എന്നിവയാണ്. ഇവയിൽ പോളിഷിൽ സ്റ്റൈനർ ഉപയോഗിച്ച് കളർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് എന്റെ ഭാര്യ വീട്ടിൽ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങുകയുണ്ടായി. ഇവ തേക്കാണെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. എന്നാൽ ഞാൻ നോക്കുന്ന സമയത്ത് ഇവ ഫോറസ്റ്റ് അക്കേഷ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പോളിഷ് ചെയ്ത് നിറം മാറ്റിയതാണെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. ഇനി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചർ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ആദ്യം നോക്കേണ്ടത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചർ ഫ്രെയിം നിർമ്മിച്ചിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കണം. അതിന് ഫർണിച്ചറിന്റെ 4 ഭാഗത്തും തന്നെ നോക്കിയാൽ മതി. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മരത്തിന്റെ തീക്നെസ് ആണ്. അതിന് നിങ്ങളുടെ കൈവിരലിന്റെ പുറം ഭാഗം കൊണ്ട് മരത്തിനെ ഒന്ന് മുട്ടി നോക്കിയാൽ തന്നെ അതിന്റെ ശബ്ദ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച മരത്തിൽ തന്നെയാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതിനായി മരത്തിന്റെ പോളിഷ് ചെയ്യാത്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നോക്കേണ്ടതാണ്. ഇനി നിങ്ങൾ സോഫയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോഫയുടെ സ്പോഞ്ചിന്റെ ഡെൻസിറ്റി മനസ്സിലാക്കുവാൻ സോഫയുടെ ഇരിക്കുന്ന ഭാഗത്തോ ചാരുന്ന ഭാഗത്തോ കൈമടക്കുകൊണ്ട് ഒന്ന് അമർത്തി നോക്കുക. ഈ അമർത്തി നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്ന കുഴി പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ല ഡെൻസിറ്റിയുള്ള സ്പോഞ്ചാണ്. മറിച്ച് ഈ കുഴി കുറെ സമയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ സ്പോഞ്ചും ഫാബ്രിക്കുമാണ് ഉപയോഗിച്ചത് എന്ന് നമ്മൾക്ക് അനുമാനിക്കാം. സോഫയിൽ ഉപയോഗിക്കുന്ന ഫാബ്രിക്കിനും സ്പോഞ്ചിനും ഏകദേശം 23, 32, 40 എന്നീ ഡെൻസിറ്റികൾ ഉള്ളതായിരിക്കണം. സ്പോഞ്ചിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് സോഫയുടെ ഗുണനിലവാരം കൂടുന്നതാണ്. ഡെൻസിറ്റി കൂടുതലുള്ള സ്പോഞ്ചുകൾ കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുന്നു. ഡെൻസിറ്റി കുറഞ്ഞവയാകട്ടെ പെട്ടെന്ന് അമർന്നു പോകുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഫാബ്രിക്കിന്റെ കാര്യവും. ഇനി അലമാരയും മറ്റും വാങ്ങുന്ന സമയത്ത് അതിന്റെ ഹിഞ്ചസ്, ഹാൻഡൽ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ കഴിയുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചവയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രം. നിങ്ങൾ KH ഫർണിച്ചറിൽ നിന്നല്ലാതെ എവിടെ നിന്ന് തന്നെ ഫർണിച്ചർ വാങ്ങിയാലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ള്യേരിയിൽ പ്രവർത്തിക്കുന്ന KH ഫർണിച്ചറിനെ കുറിച്ചും ഒരു ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും ചെറിയൊരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം.